ഓം ശ്രീ നാരായണീയേ നമ. ശ്രീ ലളിതാ സഹസ്രനാമം നാമം 75. ഓം മന്ത്രിണ്യംബ വിരജിത വിഷംഗവധ തോഷിതായേ നമ. മന്ത്രിണ്യംബ വിരജിത വിഷംഗ വധ തോഷിതയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. മന്ത്രിണ്യംബയാൽ, മന്ത്രിണ്യംബ എന്ന് പറഞ്ഞാൽ ആരാ? ശ്യാമളാദേവിയാണ്. മന്ത്രിണ്യംബ എന്ന് പറഞ്ഞാൽ അത് ശ്യാമളാദേവിയാണ്. അതായത് മന്ത്രത്തിൻ്റെ മാതാവ് എന്നാണ് താല്പര്യം. അപ്പോൾ മന്ത്രത്തിൻ്റെ മാതാവ് എന്ന് പറയുമ്പോൾ അത് മനസ്സാണ്. അപ്പോൾ മനസ്സിൻ്റെ പ്രതീകമാണിവിടെ ശ്യാമളാദേവിയായിട്ട് പ്രകാശിക്കുന്നത്. വിരചിതമായി, വി എന്നുള്ള പ്രത്യയത്തിന് വിശേഷണ വിഗതമായത് എന്നൊക്കെയുള്ള രീതിയിലാണ് അർത്ഥം എടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? വിശേഷമായി ചെയ്തിരിക്കുന്ന വിഷംഗം. അപ്പോൾ വിഷംഗം എന്ന് പറഞ്ഞാലോ, ഭണ്ഡാസുരൻ്റെ സഹോദരൻ്റെ നാമമാണ് വിഷംഗം, വിഷംഗൻ എന്നത്. അതായത് അത് വിഷത്തിൻ്റെ പ്രതീകമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ആസുരീകമായ ബന്ധം മനസ്സിനെ വിഷത്തെപ്പോലെ നാശത്തിനും ദുഃഖത്തിനും പലപ്പോഴും കാരണമാകും. അതുകൊണ്ടാണ് അതിനെ വിഷം എന്നുള്ള ഒരു ആന്തരികമായ താത്വികമായ അർത്ഥത്തെ കൊടുത്തിരിക്കുന്നത്. വധതോഷിത, വധത്താൽ സന്തോഷിച്ചിരിക്കുന്ന ദേവി. അതായത് വിഷയങ്ങൾ പലപ്പോഴും വിഷം പോലെ പ്രശ്നത്തിന് കാരണമായതുകൊണ്ട് വിഷംഗാസുരനെ വിഷത്തിൻ്റെ സൂചകമായിട്ട് ബോധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അഞ്ചാമതൊരു വിഷയത്തെ പറയുന്നില്ലല്ലോ. അപ്പോൾ ഈ പഞ്ചവിഷയങ്ങൾ അനിയന്ത്രിതമായിട്ട് ഈ ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ അത് വിഷം പോലെ ദുഃഖത്തിന് കാരണം. അത് നിയന്ത്രിതമായിട്ട് ആത്മാഭിമുഖമായി, അന്തർമുഖമായി, ഈശ്വരാഭിമുഖമായിട്ട് സഞ്ചരിക്കുമ്പോഴോ അമൃതമായി. ഈ ഇന്ദ്രിയങ്ങൾ ഈശ്വരാകാരമായിട്ട് തീരുമ്പോൾ അത് അമൃതം പോലെ, മരണമില്ലാത്ത ആനന്ദാവസ്ഥ പോലെ ആയി ഭവിക്കുകയും ചെയ്യും. അങ്ങനെ വിഷംഗവധ തോഷിതയായിരിക്കുന്ന ശ്രീദേവിക്കായിക്കൊണ്ട് നമസ്കാരം എന്നതാണ് ഈ 75-ാമത്തെ നാമത്തിൻ്റെ അർത്ഥം. ഓം ശ്രീ നാരായണീയേ നമഃ.